السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ നമ്മൾ ഇന്ന് 4ാമത്തെ സെഷനിലാണ് ഹജ്ജിൻ്റെ. ഇന്നത്തെ സെഷനിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. അൽഹംദുലില്ലാ കഴിഞ്ഞ ദിവസം നമ്മൾ ഉംറ ഒരുവിധം ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഉംറയ്ക്ക് ശേഷമുള്ള മക്കയിലെ താമസം, അത് ഹജ്ജിന് വേണ്ടിയിട്ട് ഹജ്ജിൻ്റെ ഉംറയാണെങ്കിലും ഇനി അല്ലാത്ത നോർമൽ ഉംറയാണെങ്കിലും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പം നോമ്പല്ലാത്ത ദിവസങ്ങളിലും തഹജ്ജുദിന് ജമാഅത്ത് ഉണ്ടാവും മസ്ജിദുൽ ഹറം എന്ന് പറഞ്ഞു എന്ന് ആരോ എനിക്ക് മെസ്സേജ് അയക്കണ്ടായി. ഞാൻ ഉദ്ദേശിച്ചത് തഹജ്ജുദിന് ബാങ്ക് ഉണ്ടെന്നാണ്, ജമാഅത്ത് എന്നല്ല കേട്ടോ. അതിൻ്റെ നാവിൽ നിന്നാണ് സ്ലിപ്പാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ഇന്ന് ഹജ്ജിൻ്റെ കർമ്മങ്ങളെ ജസ്റ്റ് ഒന്ന് കാണാം. മുഴുവനും ഇല്ല, കുറച്ച് ഏകദേശം മിനായിലേക്ക്, അതായത് മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേജ് വരെ ഇന്ന് കാണാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. അപ്പം ചുരുക്കത്തിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട്സ് നോക്കാം. ഇഹ്റാം ഒരു റുക്നാണ്. ഓക്കെ, തൂണുകളിൽ ഒന്നാണ്. അത് നമുക്കറിയാം, റുക്നുകൾ ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ആ ഹജ്ജ് ഇൻവാലിഡ് ആണ് അല്ലേ. അപ്പം നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ വാജിബാത്തുകളാണെങ്കിൽ മിസ്സാക്കുന്നത് നമ്മൾ അതിന് ഫിദിയ കൊടുക്കണം. പിന്നെ ചിലത് സുന്നത്തുകളാണ്, അത് പരമാവധി നമ്മൾ എടുക്കാൻ ശ്രമിക്കാം. അപ്പം ഇഹ്റാം റുക്ന, ദുൽഹജ്ജ് 8 മിനായിൽ ഉള്ളത് സുന്നത്ത്, ദുൽഹജ്ജ് 9 അറഫ റുക്നുകളിൽ പെട്ടതാണ്. നമുക്കറിയാം അറഫ തന്നെയാണ് ഹജ്ജ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പം അത് റുക്നാണ്. മുസ്ദലിഫയിലെ രാത്രി, ദുൽഹജ്ജ് 9 രാത്രിയിൽ മുസ്ദലിഫ വാജിബാണ്. തുടർന്ന് തിരിച്ച് മിനായിലേക്ക് ദുൽഹജ്ജ് 10, അവിടെ വെച്ച് ജംറത്തുൽ അഖബയിലുള്ള കല്ലെറിയൽ വാജിബാണ്. തുടർന്ന് ഹദിയിന്റെ കാര്യം നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹജ്ജ് തമത്തോ ഹജ്ജ് ഖിറാൻ ചെയ്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നന്ദി സൂചകമായിട്ട് ചെയ്യുന്ന ബലിയാണ് ഹദിയ അല്ലെ. അപ്പം അത് ഖിറാൻ അല്ലെങ്കിൽ തമത്തോ ഹജ്ജ് ചെയ്യുന്നവർക്കുള്ള നിർബന്ധ കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് ഹദിയ. പിന്നെ അതേ തുടർന്ന് ഹൽക്ക് അല്ലെങ്കിൽ തക്സീർ, അതായത് മുടികളയൽ, അത് ഹജ്ജിന്റെ വാജിബാത്തുകളിൽ പെട്ടതാണ്. ഇനി ദുൽഹജ്ജ് 10 തന്നെ മക്കയിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ തവാഫുൽ ഇഫാദ അല്ലെ, ഹജ്ജിന്റെ നിർബന്ധമായിട്ടുള്ള റുക്കനുകളിൽപ്പെട്ട തവാഫ്, പിന്നെ സാഴിയ, ഹജ്ജിന്റെ സാഴിയ കേട്ടോ. ഇത് ഉംറയുടെ സാഴിയല്ല. അത് ഹജ്ജ് തമത്തോ ചെയ്യുന്നവർ ഉംറയ്ക്ക് വേണ്ടിയിട്ട് വേറെ തന്നെ ഉംറയുടെ തവാഫും സാഴിയും ചെയ്യണം. ഇത് ഹജ്ജിന്റെ സാഴിയാണ്. അപ്പം ഇത് രണ്ടും റുക്കനുകളിൽ പെട്ടതാണ്. പിന്നെ തുടർന്ന് മിനായിൽ ദുൽഹജ്ജ് 11, 12, 13 വാജിബ്. അതിൽ 11, 12 പറ്റുള്ളൂവെങ്കിൽ അത് ഓക്കെയാണെന്ന് നമ്മൾ സൂറത്ത് ബഖറയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് 11, 12 അല്ലെങ്കിൽ 11, 12, 13 അത് വാജിബുകളിൽ പെട്ടതാണ്. ഈ സമയത്ത് 3 ജംറാത്തുകളിലുള്ള കല്ലെറിയൽ, പിന്നെ തിരിച്ച് അവസാനത്തെ ദിവസം മക്കയിൽ തവാഫുൽ വദ, വിടവാങ്ങൽ തവാഫ്, അത് വാജിബാത്തുകൾ പെട്ടതാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം ആർത്തവകാരികളായ സ്ത്രീകൾക്ക് ഒരു എക്സെപ്ഷൻ ഉണ്ട്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഓരോന്ന് കാണുമ്പോൾ വിശദമായിട്ട് നോക്കാം. അപ്പം ആദ്യം ഹജ്ജിന്റെ സ്ഥലങ്ങൾ, ഈ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാപ്പിൽ കണ്ടിട്ട് പോവാം. ഇത് മസ്ജിദുൽ ഹറം, ഇവിടെ നിന്ന് മിനയിലേക്കാണ് പോണത് അല്ലേ, മിന. അപ്പം ഇതൊക്കെ ഏകദേശം ഒരു 2.5-3 കിലോമീറ്ററിന് ഉള്ളിലാണ് സ്ഥലങ്ങൾ. ഓക്കെ, പിന്നെ മിനയിൽ നിന്ന് അറഫയിലേക്ക്, തിരിച്ച് മുസ്ദലിഫയിലേക്ക്, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക്. ഇത് ജംറാത്തുകളുള്ള കല്ലെറിയുന്ന ഏരിയ. പിന്നെ പലപ്പോഴും ഗവൺമെന്റിന്റെ ഇതിൽ ഹജ്ജിൽ പോകുമ്പോൾ അസീസിയ ആണ് അവർക്ക് താമസമായിട്ട് കിട്ടാറുള്ളത് അല്ലേ. അപ്പം ഇത് അസീസിയ ഏരിയ. പിന്നെ ഈ മസ്ജിദുൽ ഖൈഫ്, മഷ്അർ അൽ ഹറാം, മസ്ജിദ് നമിറ, അതൊക്കെ ജസ്റ്റ് നോക്കി വെച്ച് നമുക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ചൊന്നും കാണാം. പിന്നെ സൗർ ഗുഹയും ഹിറ ഗുഹയും ജസ്റ്റ് ഇതിനകത്ത് മാപ്പിനകത്ത് മാർക്ക് ചെയ്തു എന്നേ ഉള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്രയാണ് ഹജ്ജിന്റെ സ്ഥലങ്ങൾ. ഇനി നമുക്ക് ഹജ്ജിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ഇഹ്റാം, ഹജ്ജിന്റെ ഇഹ്റാമിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം.
ഇഹ്റാമിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അന്ന് ഉംറയുടെ ഇഹ്റാമിലെ പോലെ തന്നെ നമ്മളിതാ സൈഡിൽ മീക്കാത്ത് പോയിന്റ്സിന്റെ ആ ഒരു ബോർഡറും, ഈ ലൈൻ എന്ന് പറയുന്നത് മീക്കാത്തിന്റെ ബോർഡറാണ് അല്ലേ, നമുക്കറിയാം. ഇത് ലൈഫ് ഇങ്ങനെ 5 പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഏതൊക്കെയാണ് മീക്കാത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത്രയും ഈ ഒരു ബോർഡർ എന്ന് പറയുന്നത് മീക്കാത്തിന്റെ പരിധിയാണ്. ഇത് മക്ക ഹറമിന്റെ പരിധിയും. ഈ മാപ്പ് വെച്ചുകൊണ്ട് നമുക്ക് പോയിന്റ്സ് നോക്കാം. അപ്പം ഓരോരുത്തരും വരുന്ന സ്ഥലങ്ങൾക്കനുസരിച്ച് ഇഹ്റാമിന്റെ സ്ഥലം തീരുമാനിക്കുന്നത്. അപ്പം ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ പുറത്തു നിന്നാണ് വരുന്നതെങ്കിൽ, പുറത്തു നിന്നാണ് വരുന്നതെന്ന് പറയുന്നത് ഹജ്ജിന് വേണ്ടി അപ്പം, അതായത് ദുൽഹജ്ജ് 8-ന് ഡയറക്റ്റ് ഇഹ്റാമിൽ കയറിയിട്ട് ഹജ്ജ് ചെയ്യുന്നവരുണ്ടാവും. അത് നമുക്കറിയാം, ഹജ്ജ് അവസാനം ഒരു ഹജ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഹജ്ജ് തമത്തോ ഹജ്ജ് അൽ ഖിറാനും അല്ലാതെ മൂന്നാമത്തെ ഒരു ഹജ്ജ് അൽ ഇഫ്രാദ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹജ്ജിന് വേണ്ടിയിട്ട് പ്രവേശിക്കുന്നവർ നേരെ ഹജ്ജിന്റെ ഇഹ്റാമിലാണ് പ്രവേശിക്കുക. നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് മെജോറിറ്റി ആളുകൾക്കും ഹജ്ജ് തമത്തോ തന്നെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഈ ആദ്യം പറഞ്ഞ പോയിന്റ് ബാധകമല്ല. ജനറൽ കേസ്, സ്പെസിഫിക്കലി ആരെങ്കിലും നേരിട്ട് ഹജ്ജിന് ഇഹ്റാം ആയിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഈ പോയിന്റ് അപ്ലിക്കബിൾ ആവുള്ളൂ. അത് നോക്കാം. അപ്പോൾ നമ്മൾ പുറത്തു നിന്നാണ് വരുന്നതെങ്കിൽ, അതായത് ആ ഒരു മീക്കാത്ത് പോയിന്റിന്റെ പുറത്തുനിന്ന്, അത് ആഫ്രിക്ക, ഇന്ത്യ, അമേരിക്ക, ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, ഈവൻ മദീനയിലാണെങ്കിൽ പോലും, കാരണം മദീന മീക്കാത്ത് പോയിന്റിന്റെ പുറത്താണ്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ മീക്കാത്തിൽ വെച്ചിട്ട് ഇഹ്റാം ചെയ്യുക. ഇനി 2, മദീനയിൽ നിന്നാണ് വരുന്നതെങ്കിൽ, നമ്മൾ ഇപ്പം ഹജ്ജിന് പോയവർ തന്നെ ഒരു പക്ഷേ ഹജ്ജിന്റെ ഉംറ കഴിഞ്ഞിട്ട് മദീനയിലേക്ക് പോകുന്നവരുണ്ടാവും. എന്നിട്ട് മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഹജ്ജിന്റെ ഇഹ്റാമിൽ വരുന്നവരുണ്ടാവും. ഇനി അതല്ല, സൗദിയിൽ തന്നെ പല സ്ഥലങ്ങളിലുള്ളവർ ഒരു പക്ഷെ മദീനയിൽ പോയിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക്, മദീനയിൽ നിന്ന് വരുന്നവർക്ക് ദുൽഹുലൈഫ തന്നെയാണ് മീഖാത്ത്. ഇനി മദീനയിൽ നിന്ന് അവർ ബസ്സിലാണ് വരുന്നതെങ്കിൽ അവിടെ ദുൽഹുലൈഫയിൽ ഇറങ്ങി അവിടുത്തെ മസ്ജിദിൽ ഇഹ്റാമിൽ പ്രവേശിക്കാം. പക്ഷെ അവർ ഫ്ലൈറ്റിലോ ട്രെയിനിലോ ആണ് വരുന്നതെങ്കിൽ, മദീനയിൽ നിന്ന് ഫ്ലൈറ്റിലോ ട്രെയിനിലോ ആണ് വരുന്നതെങ്കിൽ, ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റ് കയറിയ ഉടനെ ഇഹ്റാമിൽ പ്രവേശിക്കുക. അതേപോലെ ട്രെയിനിലാണെങ്കിലും ട്രെയിൻ നീങ്ങിയ ഉടനെ ഇഹ്റാമിൽ പ്രവേശിക്കുക. കാരണം ഏകദേശം 7 മിനിറ്റിനുള്ളിൽ മീഖാത്ത് എത്തും. അപ്പം മദീനയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഇങ്ങനെ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, മീഖാത്തിന്റെ പരിധിക്കുള്ളിലും ഹറമിന്റെ പുറത്തും. നമ്മുടെ ഈ ഒരു മാപ്പിൽ ഈ ഒരു ഏരിയ ഹറമിന്റെ പുറത്താണ്, എന്നാൽ മീഖാത്തിന്റെ പരിധിക്ക് ഉള്ളിലാണ്, മവാഖീത്തുകളുടെ പരിധിക്ക് ഉള്ളിലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ, നിങ്ങളുടെ വീട് എവിടെയാണോ, എവിടെ നിന്നാണോ നിങ്ങൾ വരുന്നത്, അവിടെ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇതൊക്കെ നമ്മൾ ഏകദേശം ഉംറയ്ക്കും ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. 4ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, നിങ്ങൾ മക്കയിലെ ഹറമിനുള്ളിലാണെങ്കിൽ, അത് ഈ ഹറം ഏരിയയുടെ ഉള്ളിലാണെങ്കിൽ, അതായത് മക്കയിൽ നിങ്ങളുടെ താമസ സ്ഥലത്ത്, അതായത് നമ്മളെ പോലെയുള്ള ആളുകൾ എങ്ങനെയാ ഹജ്ജ് തമത്തോ ആണെങ്കിൽ ആദ്യം ഇഹ്റാം കയറി ഉംറ ചെയ്ത് ഇഹ്റാമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ മക്കയിലാണ് താമസിക്കുന്നത് നോക്കുക. മദീനയിലേക്ക് പോയിട്ടില്ല, മക്കയിൽ തന്നെയുണ്ട്. മക്കയിൽ നിന്നാണ് നമ്മൾ ഹജ്ജിനുള്ള ഇഹ്റാമിലേക്ക് വരുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണോ, അതായത് നമ്മുടെ മക്കയിലുള്ള താമസ സ്ഥലത്തോ അസീസിയയിലോ അവിടെ നിന്ന് തന്നെ ഇഹ്റാം പ്രവേശിക്കുക. ഇത് ഉംറയ്ക്കുള്ള ഇഹ്റാമിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉംറയ്ക്കാണെങ്കിൽ നമ്മൾ അവിടെ ആണെങ്കിൽ ആയിഷ പള്ളിയിൽ പോയിട്ട്, തൻഈമിൽ പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഹജ്ജിന്റെ കാര്യത്തിൽ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കണം. അപ്പം ഈ പ്രകാരം പറഞ്ഞ ഓരോരുത്തർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള, ഓരോരുത്തരും എവിടെ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളതിനനുസരിച്ചുള്ള ഇഹ്റാമിൽ പ്രവേശിക്കൽ ഹജ്ജിന്റെ ഒരു വാജിബാത്തുകളിൽ പെട്ടതാണ്, നിർബന്ധ കർമ്മങ്ങളിൽ പെട്ടതാണ്. ഇനി അടുത്തത് യൗമു തർവിയ, മീനയിലേക്ക് നമ്മൾ പോകുന്ന ദിവസം. മക്കയിൽ നിന്ന് മീനയിലേക്ക് പോകുമ്പോൾ, മക്കയിൽ നിന്ന് മീനയിലേക്ക് പോകുന്നത് പല വഴിക്ക് നടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. അതായത് ടണലുകളുണ്ട്. അങ്ങനെ ടണലിലൊക്കെ അങ്ങനെ നടന്നൊക്കെ പോകുന്നവർ അവരവരുടെ ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അറിയുന്ന ആളുകൾ മുമ്പിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമുക്ക് വഴി അറിയില്ലല്ലോ അല്ലെ. അപ്പം നടന്നു പോകുന്ന ടണലുകളുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സാപ്കോ ബസ്സുകളുണ്ട്. ഓറഞ്ച് ബസ്, മിന, അസീസിയ ആ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ അവിടെ നിന്നൊക്കെ ആളുകളെ പിക്ക് ചെയ്ത് മിനയിൽ എത്തിക്കുന്ന ബസ്സുകളും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഗ്രൂപ്പ് അത് ഇൻസ്ട്രക്ഷൻ തരും എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പം ആ രീതിയിലായിരിക്കണം മിനയിലേക്ക് പോകേണ്ടത്. ഇനി
ഇഹ്റാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉംറയ്ക്കുള്ള ഇഹ്റാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇഹ്റാമിൽ പ്രവേശിച്ച് ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്ത് എന്ന് പറയുമായിരുന്നു. ഉംറയ്ക്ക്. ഹജ്ജിനാകുമ്പോൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ. ഓക്കെ, ആ ഒരു നമ്മൾ നിയത്തിൽ പ്രവേശിച്ച് തൽബിയ ചൊല്ലിക്കൊണ്ട് പ്രവേശിക്കുക. ഈ തൽബിയ ദുൽഹജ്ജ് 10 ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നത് വരെ തൽബിയ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കഴിവിന്റെ പരമാവധി നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മിനയിലെ കാര്യം. യൗമു തർവിയിൽ മിനയിൽ എത്തുന്നത്. യൗമു തർവിയിൽ രാവിലെ തന്നെ മിനയിലേക്ക് പോവുക. ഓക്കെ, കഴിവിന്റെ പരമാവധി നമ്മളുടെ ഗ്രൂപ്പിന്റെ കൂടെ തന്നെ ആയിരിക്കാൻ ശ്രമിക്കുക. കാരണം ഗ്രൂപ്പിന് എന്താണ് ക്യാമ്പുകൾ ഉണ്ടാവും അല്ലെ ഓരോ സ്ഥലത്തും. അപ്പോൾ ഗ്രൂപ്പിന്റെ കൂടെ തന്നെ ആയിരിക്കുക. പിന്നെ മിനയിൽ വെച്ചിട്ട് ളുഹർ, അസർ, അതുപോലെ മാരിബ്, ഇഷ ഇത് ജമ്മാക്കാതെ ഖസറാക്കിയിട്ട് അതതിൻ്റെ സമയത്ത് നമസ്കരിക്കുക. ളുഹർ 2, അസർ 2, മാരിബ് 3, ഇഷ 2 ഖസറാക്കിയിട്ട് അതതിൻ്റെ സമയത്ത് നമസ്കരിക്കുക. തുടർന്ന് ഫജ്റും. പിന്നെ വേറൊരു കാര്യം, കഴിയുന്നവർ, ഇപ്പം ഒരുപാട് പ്രായമുള്ളവർക്കൊന്നും പറ്റൂല, എന്നാലും അല്ലാത്തവരൊക്കെ മിനയുടെ മാപ്പൊക്കെ ഉണ്ടാവും. അതൊന്ന് റഫായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മളെയൊന്നും ബാധിക്കുന്ന കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇടയ്ക്കൊന്ന് കൂട്ടമൊക്കെ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരിക്കും മാപ്പ് അവിടേക്ക് എത്തിപ്പെടാൻ. അപ്പം അതിനുള്ള ഒരു പക്ഷേ മാപ്പൊക്കെ നോക്കി മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെയും ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരെ ഉദ്ദേശിച്ച് ആ മാപ്പ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഏത് സൈഡിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാലും ആ മാപ്പ് വഴി അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, ഇനി മിനയിൽ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഹജ്ജിന് ഇനി ചെയ്യാനുള്ള മനാസിക്കുകൾ അല്ലെ നമ്മളെ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർക്കും അറിയായിരിക്കും. അപ്പം അവരുടെ അടുത്ത് ഒന്ന് ഡിസ്കസ് ചെയ്യുക, ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ക്ലാസ്സുകൾ സംഘടിപ്പിക്കും, ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഹൃദയം കൊണ്ടും ഒക്കെ അല്ലെ അടുത്ത ദിവസം അറഫയാണ്. അറഫ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുക. അതുകൊണ്ട് ടൈം ഒട്ടും വേസ്റ്റ് ആക്കാത്ത രീതിയിൽ ആ ഒരു സമയം നല്ലപോലെ യൂസ് ചെയ്യാം. പിന്നെ ഉള്ള ഒരു കാര്യം, മസ്ജിദുൽ ഖൈഫിൽ പറ്റുമെന്നുണ്ടെങ്കിൽ മസ്ജിദുൽ ഖൈഫിൽ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ പറ്റുമെങ്കിൽ ഉള്ള കാര്യം മാത്രമാണ്. ആരും അതിനു വേണ്ടി കഷ്ടപ്പെട്ടു പോകണമെന്നൊന്നുമില്ല. എന്നാലും അങ്ങനെ കാരണം ഏകദേശം 70ഓളം പ്രവാചകന്മാർ ഈ മസ്ജിദിൽ നമസ്കരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ മിനയിലെ ഈ ഒരു ദിവസം, ഓക്കെ, മിനയിലെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ സുന്നത്താണ്. പക്ഷെ ചിലർ അതിനെ വാജിബായി തന്നെ കണക്കാക്കുന്നുണ്ട് മിനയിലെ ഈ ഒരു രാത്രി. ഓക്കെ, ഇനി അടുത്തത് മിനയുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ഥലങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് ഇവിടെ ജംറാത്തുകൾ കാണാം. ഓക്കെ, നമ്മൾ കല്ലെറിയാൻ പോകുന്ന ജംറാത്തുകൾ. ഇതാണ് മീന മാർക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഈ ഒരു ഏരിയ ഒക്കെ മീനയാണ്. ഇതിനോട് അടുത്ത് തന്നെയാണ് ജംറാത്തുകൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു കാര്യം കാണാനുള്ളത് വാദി മുഹസ്സർ. ഓക്കെ, ഈ ഒരു താഴ്വര, ഈ ഒരു ഭാഗം. ഓക്കെ, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു താഴ്വരയാണ് വാദി മുഹസ്സർ. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിനെയും അദ്ദേഹത്തിന്റെ പട്ടാളത്തിനെയും അല്ലെ ആനക്കലഹത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ, നശിപ്പിച്ച സ്ഥലമാണ് ഇത്. സൂറത്തുൽ ഫീലിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഹാജിമാര് ഈ ഒരു സമയത്ത്, അതായത് മുസ്ദലിഫയിൽ നിന്ന് മീനയിലേക്ക് പോകുന്ന സമയത്ത് ഈ ഏരിയ പാസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് സ്പീഡാക്കിയിട്ട് നടക്കുന്ന ഒരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറ്റുകയാണെങ്കിൽ അത് ഒരു ഖൈർ. അബ്രഹത്തിന്റെ കാര്യം നമുക്കറിയാം. നജാഷി അബ്സീനിയയിലെ രാജാവായിരുന്നു. നജാഷിയുടെ വൈസ്രോയി ആയിരുന്നു. ഓക്കെ, മന്ത്രിയായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യാനിയായിരുന്നു. യമൻ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. അവിടെ ഒരു സനഅ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഭംഗിയാക്കി മാർബിളും ഗോൾഡും ഒക്കെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ആളുകളൊക്കെ അങ്ങോട്ടേക്ക് ആരാധനയ്ക്ക് വേണ്ടിയിട്ടും
എന്താണ് തീർത്ഥാടനത്തിന് വേണ്ടി വരണമെന്ന് ഇയാൾക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ കഅബയിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകുന്നത് കണ്ടപ്പോൾ അത് ഇത്തിരി അസൂയയും പ്രശ്നങ്ങളും ഒക്കെ ആയി. അപ്പോൾ കഅബ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ്. അങ്ങനെ വാദി മുഹസ്സറിൽ എത്തിയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു തആല കുഞ്ഞു കുഞ്ഞു പക്ഷികളുടെ കൊക്കിലുള്ള കല്ലുകൾ എറിഞ്ഞുകൊണ്ട് അവരെ നശിപ്പിച്ച് അവരൊക്കെ അവിടെ വെച്ച് തന്നെ മരിച്ചു വീണ സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് തൊട്ട് മുമ്പേ ഈ ഒരു സംഭവം നടന്നത്. അപ്പം അതിന്റെ ഒരു ഓർമ്മയാണ് ഈ വാദി മുഹസ്സർ എന്ന് പറയുന്ന താഴ്വര. മുസ്ദലിഫിൽ നിന്ന് മീനയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഏരിയ ആണ്. ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ പുരുഷന്മാർക്ക് ഇത്ര സ്പീഡിൽ നടക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ജംറാത്തുകൾ കാര്യം. അപ്പം ആ ഒരു വ്യൂ ഒന്ന് സൂം ചെയ്ത പിക്ചറാണ് ജംറാത്തുകളുടെ പിക്ക്. പിന്നെ ഇത് മസ്ജിദ് ബൈത്തൽ അഖബ. ഓക്കെ, മസ്ജിദ് ബൈത്തൽ അഖബ, അതായത് അഖബ ഉടമ്പടി, ആദ്യത്തെ അഖബ ഉടമ്പടി, രണ്ടാമത്തെ അഖബ ഉടമ്പടി രണ്ടും നടന്ന സ്ഥലമാണിത്. ഏകദേശം 12 പുരുഷന്മാര് മദീനയിൽ നിന്ന് ഔസും ഹസ്രജ് ഗോത്രത്തിൽ നിന്നുള്ള 12 പുരുഷന്മാര് നുബുവത്തിന്റെ 12ാമത്തെ വർഷം ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളുമായിട്ട് മീറ്റ് ചെയ്യുകയും അവിടെ വെച്ച് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. കാരണം ഇസ്ലാമില് മുസ്ലിങ്ങൾക്ക് മക്കയിൽ അങ്ങേയറ്റം പീഡനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതൊരു ചേഞ്ച് ആണ് ദീനുൽ ഇസ്ലാമിന്. മക്കയിലുള്ള പീഡനത്തിൽ നിന്നും മദീനയിലേക്കുള്ള ആ ഒരു അധികാരത്തിന്റെ ഒരു ചേഞ്ചിലേക്ക് വരുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് അഖബയിൽ വെച്ചിട്ടുള്ള നുബുവത്തിന്റെ 12ാമത്തെ വർഷം നടക്കുന്ന ആദ്യത്തെ അഖബ ഉടമ്പടി. ഇനി രണ്ടാമത്തെ അഖബ ഉടമ്പടിയിലേക്ക് 73 പുരുഷന്മാരും മദീനയിൽ നിന്ന് 73 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘത്തിന്റെ ചേർന്നാണ് ഈ ഒരു അഖബ ഉടമ്പടി ഉണ്ടാക്കുന്നത്. ഇത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. മുസ്ലിങ്ങളുടെ വിശ്വാസപരമായും എല്ലാ രീതിയിലും ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. കാരണം അത്രയും കാലം പീഡനവും വീക്ക്നെസ്സും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു അഖബ ഉടമ്പടിയോട് കൂടിയാണ് അല്ലെ മദീനയിലേക്ക് ചെന്ന് കുറച്ചും കൂടെ സ്ട്രോങ് ആയി ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം നടന്ന അഖബയില് ഹിജ്റ വർഷം 144 അബൂ ജാഫർ അൽ മൻസൂർ അദ്ദേഹം പണിത ഒരു പള്ളിയാണ് ഈ മസ്ജിദ് ബൈത്തൽ അഖബ എന്ന് പറയുന്നത്. ഇത് ഏകദേശം ജംറത്തുൽ അഖബയിൽ നിന്ന് ഒരു 480 മീറ്റർ ദൂരം അകന്നാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണാം ജംറാത്തുകളൊക്കെ കാണുന്നുണ്ട്. അതിന്റെ ഏകദേശം അടുത്ത് തന്നെ ആയിട്ടാണ് ഈ മസ്ജിദ് ബൈത്തൽ അഖബ ഉള്ളത്. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു വ്യൂല് ഈ ഭാഗത്താണ് മസ്ജിദ് ബൈത്തൽ അഖബ ഉള്ളത്. അപ്പം അത്രയാണ് നമുക്ക് കാര്യമായിട്ട് ബാക്കി ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ. മസ്ജിദുൽ ബൈത്തൽ അഖബ ഈ ഒരു ഏരിയയിൽ ഇവിടെ ജംറാത്തുകള്, പിന്നെ മുസ്ദലിഫയിൽ നിന്ന് മീനയിലേക്ക് പോകുന്ന വഴിക്ക് വാദി അൽ മുഹസ്സർ, പിന്നെ മസ്ജിദ് അൽ ഖൈഫ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ജംറാത്ത് ഏരിയ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ജസ്റ്റ് ഇത് മസ്ജിദ് അൽ ഖൈഫ് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെ വെച്ച് മീനയിലുള്ളപ്പോൾ അവിടെ വെച്ച് നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. ജസ്റ്റ് അതിന്റെ ഒരു പിക്ചർ മാത്രം കാണിക്കുകയാണ്. ഇത് 1885 മിനായുടെ ഒരു ഫോട്ടോ ആണ്. മാഷാ അല്ലാഹ്. ഇനി അടുത്തത് മിനായിൽ നിന്ന് അറഫയിലേക്കുള്ള യാത്ര. ദുൽഹജ്ജ് 9 അറഫ ദിനത്തില് സൂര്യോദയത്തിന് ശേഷം തൽബിയയും തക്ബീറും തൽബിയയും തക്ബീറും ചൊല്ലിക്കൊണ്ട് അറഫയിലേക്ക് പുറപ്പെടുക. അങ്ങനെ ഇതാണ് യൗമുൽ അറഫ. അപ്രകാരം നമ്മൾ മിനായിൽ നിന്ന് അറഫയിലേക്ക് എത്തിയിട്ട് ആ ദിവസമാണ് യൗമുൽ അറഫ എന്ന് പറയുന്നത് അല്ലെ. അറഫ എന്ന് പറയുന്നത് ഹജ്ജിന്റെ ഒരു റുക്നിൽ പെട്ടത് തന്നെയാണ്. ഈ ഒരു ഹദീസ് നമുക്ക് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. അൽ ഹജ്ജു അറഫത്തു ഫമൻ ജാഅ ഖബ്ല സ്വലാത്തിൽ ഫജ്രി ലൈലത ജംഇൻ ഫഖദ് തമ്മ ഹജ്ജുഹു. സുബ്ഹാനല്ലാഹ്. അപ്പം അബ്ദുറഹ്മാൻ ഇബ്നു യമൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് സുഫിയാൻ ബിൻ ബുഖൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുമ്പോൾ ചില ആളുകൾ നജ്ദിൽ നിന്ന് വന്ന് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത് ചോദിക്കുകയുണ്ടായി, എന്താണ് ഹജ്ജ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടിയാണ് ഹജ്ജ് എന്ന് പറഞ്ഞ അറഫയാണ്. ആര് ഫജറിന് മുമ്പ് അറഫയിലേക്ക് വന്ന്
അറഫയിലേക്ക് വന്നോ അവൻ അവന്റെ ഹജ്ജ് പൂർത്തിയാക്കിയിരിക്കുന്നു. അതായത് അറഫയിൽ നിലകൊണ്ടോ അവൻ അവന്റെ ഹജ്ജ് പൂർത്തിയാക്കിയിരിക്കുന്നു. പിന്നെ തുടർന്ന് പറയുന്നത് മിനായിലെ ദിവസങ്ങൾ 3 പക്ഷേ ആരെങ്കിലും 2 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവന്റെ മേലെ തിന്മയൊന്നുമില്ല. പക്ഷെ ആരെങ്കിലും 3 ദിവസം നിൽക്കുകയാണെങ്കിലും അവന്റെ മേലെ തിന്മയൊന്നുമില്ല. സൂറത്ത് ബഖറയിൽ 203 ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്. ഇത് സുനൻ ഇബ്നു മാജയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്, സഹിഹാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. അറഫ ദിനത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട്, അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തിൽ നിന്ന് അവന്റെ അടിമകളെ മോചിപ്പിക്കുന്നത് അത്രയും അധികം അതിനേക്കാൾ കൂടുതൽ അവന്റെ അടിമകളെ മോചിപ്പിക്കുന്നതായിട്ട് ഒരു ദിവസമില്ല. ഏതിനേക്കാൾ? അറഫ ദിവസത്തേക്കാൾ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമയുമായിട്ട് അടുത്ത് നിൽക്കുകയും അവരെ കുറിച്ച് തന്റെ മലായിക്കത്തിന്റെ അടുത്ത് പുകഴ്ത്തി പ്രശംസിച്ച് പറയുകയും ചെയ്യും. എന്നിട്ട് ചോദിക്കും അവർക്ക് എന്താ വേണ്ടത്. സുബ്ഹാനല്ലാഹ്, ചോദിക്കുന്നത് കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല തയ്യാറായി നിൽക്കുന്ന ദിവസമാണ് യൗമുൽ അറഫ. യൗമുൽ അറഫയിൽ നമ്മൾ രാവിലെ മീനയിൽ നിന്ന് പുറപ്പെടുന്നു പറഞ്ഞു. കഴിയുമെങ്കിൽ സവാലിന് മുമ്പ് തന്നെ അറഫയിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ മീനയിൽ നിന്ന് അറഫയിലേക്ക് പോകാന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരിത്തിരി വൈകിയൊക്കെ പോകും, പക്ഷെ കുഴപ്പമില്ല. സവാലിന് മുന്നേ, സവാൽ എന്ന് പറഞ്ഞാൽ ലുഹറിന് വേണ്ടിയിട്ട് സൂര്യൻ ഉച്ചയിലെത്തിയിട്ട് മെല്ലെ താഴോട്ട് ഇറങ്ങി തുടങ്ങുന്ന സമയമാണ് സവാൽ. അപ്പം അതിന് മുമ്പേ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അവിടെ എത്തിയതിനു ശേഷം ളുഹറും അസറും മസ്ജിദ് നമിറയിൽ ഒന്ന് സ്റ്റക്ക് ആയിരുന്നു. ഓക്കെ. മസ്ജിദ് നമിറയിൽ ഇമാമിന്റെ ഖുതുബ കേട്ടതിന് ശേഷം ളുഹറും അസറും കമ്പൈൻ ചെയ്തിട്ട് രണ്ടുവിധം ജംഉം കസറും ആക്കിയിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മസ്ജിദ് നമിറയെ കുറിച്ച് പറയുമ്പോൾ, നമിറ ആക്ച്വലി ഒറിജിനൽ മസ്ജിദ് നമിറ എന്ന് പറയുന്നത് അറഫയുടെ ഭാഗമായിരുന്നില്ല. ഈ ഒരു ഭാഗം ആണ് ആദ്യം മസ്ജിദ് നമിറ ഉണ്ടായിരുന്നത്. പിന്നീട് മസ്ജിദ് നമിറ എക്സ്പാൻഷൻ നടത്തിയിട്ടാണ് അതിന്റെ സെക്കൻഡ് പാർട്ട് അറഫയുടെ ഈ ഒരു യെല്ലോ ലൈൻ എന്ന് പറയുന്നത് അറഫയുടെ പരിധിയാണ്. ഈ ബോർഡറിന് ഇപ്പുറത്തേക്ക് വരുന്നത്. അപ്പൊ മസ്ജിദ് നമിറ ആക്ച്വലി അറഫയുടെ പരിധിക്ക് അകത്തും പുറത്തുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഖുതുബത്തുൽ വദ, വിടവാങ്ങൽ ഖുതുബ നടത്തിയത് മസ്ജിദ് നമിറയിൽ വെച്ചിട്ടാണ്. എന്നിട്ട് അവിടെ വെച്ച് ളുഹറും അസ്റും നമസ്കരിച്ചതിന് ശേഷമാണ് അറഫയിലേക്ക് നീങ്ങിയത്. അപ്പം ചില സമയത്ത് ഭയങ്കര പ്രയാസമായിരിക്കും. ആളുകൾ തിക്കും തിരക്കും ഒക്കെ ആയിട്ട് മസ്ജിദ് നമിറയിലേക്ക് പോവാൻ കുറച്ച് പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പുകളിൽ അല്ലെങ്കിൽ ടെന്റുകളിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളുള്ള സ്ഥലങ്ങളിൽ വെച്ച് തന്നെ നിസ്കരിച്ചിട്ട് സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ ഏത് സാഹചര്യമാണെങ്കിലും അവിടെ ളുഹറും അസറും കമ്പൈൻ ചെയ്യണം. പള്ളിയിലാണ് നമസ്കരിക്കുന്നതെങ്കിലും ക്യാമ്പിൽ വെച്ചിട്ടാണ് നമസ്കരിക്കുന്നതെങ്കിലും ഇനി അതുപോലെ അതല്ല അറഫയിലുള്ള ഏതൊരു സ്ഥലത്ത് നിന്ന് വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിലും ളുഹറും അസറും ജമ്മും കസറും ആക്കിയിട്ട് വേണം നമസ്കരിക്കാൻ. എന്നിട്ട് നമസ്കാരത്തിന് ശേഷം അറഫയുടെ പരിധിക്ക് ഉള്ളിലേക്ക് നീങ്ങിക്കൊണ്ട് ഖിബിലേക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് കൈ ഉയർത്തി ദുആ ചെയ്യുക, തൽബിയ മുഴക്കിക്കൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇത് മസ്ജിദ് നമിറയുടെ ബിഗർ പിക്ചറാണ് കേട്ടോ. ഇനി അറഫ ദിവസത്തിലെ ദുആയുടെ ശ്രേഷ്ഠതകൾ. ഈ ഹദീസൊന്നും നമ്മൾ കാണാത്ത ഹദീസൊന്നും അല്ല, എന്നാലും ഈ സാഹചര്യത്തിൽ പറയേണ്ടത് കൊണ്ട് പറയാണ്. ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫ ദിവസത്തിലുള്ള ദുആ ആണ്. അറഫ ദിവസത്തിൽ പറയാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ദുആ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തിർമിദി റിപ്പോർട്ട് ചെയ്ത് അൽബാനി സഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം യൗമുൽ അറഫയിൽ ഈ ഒരു ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദുആ എത്രത്തോളം നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ മറ്റ് ദുആകളുടെ കൂടെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. ഇത് 1885 അറഫയുടെ ഒരു പിക്ചറാണ്. സുബ്ഹാനല്ലാഹ്. തുടർന്ന് നമ്മൾ അറഫ വിട. അപ്പൊ അറഫ ദിവസം രാവിലെ എത്തി ളുഹറും അസറും ജമ്മും കസറും ആയിട്ട് നമസ്കരിച്ചു
മസ്ജിദ് നമറയിൽ നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പിലോ എവിടെയാന്ന് വെച്ചാൽ നമസ്കരിക്കുക. എന്നിട്ട് അറഫയുടെ പരിധിന്റെ ഉള്ളിലേക്ക് നീങ്ങുക. അവിടെ വെച്ച് ആ ദിവസം മുഴുവനും ദ്വാ ചെയ്യുക. ദ്വാകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഓക്കെ, അങ്ങനെ സൂര്യാസ്തമയം വരെ അത്രയും നേരം അവിടെ നിന്ന് ദ്വാ അധികരിപ്പിക്കുക. സൂര്യാസ്തമയത്തിന് ശേഷം അറഫ വിടുക. അപ്പം അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കാണ് ഇനി പോകുന്നത് അല്ലേ. അപ്പം നടന്നിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വളരെ കാമായിട്ട് സമാധാനപരമായിട്ട് ഉന്തും തള്ളുമൊന്നും ഉണ്ടാക്കാതെ പോവുക. എവിടെയെങ്കിലും ഒരു ഇത്തിരി സ്പീഡായിട്ട് പോകാനുള്ള സമയം നമുക്കൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്പീഡിൽ പോകാം. അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു തിരക്കിന്റെ കൂടെ ഒഴുകുന്ന പോലെ അങ്ങോട്ട് ഒഴുകുക. തിരക്ക് തുന്തും തള്ളുമൊന്നും ഉണ്ടാക്കരുത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയതായിട്ടാണ് സ്വഹാബാക്കള് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, വളരെ സമാധാനത്തോടു കൂടി. പിന്നെ സൂര്യാസ്തമയത്തിന് മുന്നേ അറഫ വിടരുത്. സൂര്യാസ്തമയത്തിന് ശേഷമേ പോകാൻ പാടുള്ളൂ. ചില ഹജ്ജ് ഗ്രൂപ്പുകൾ അവരുടെ തീർത്ഥാടകരോട്, പ്രത്യേകിച്ച് ബസ്സിൽ ഒക്കെ പോകുന്നവരാണെങ്കിൽ സൂര്യാസ്തമയത്തിന് മുമ്പേ ബസ്സിൽ കയറി റെഡി ആയിരിക്കാൻ പറയും. ഇത് ആക്ച്വലി സൂര്യാസ്തമയത്തിന് മുമ്പേ, അതായത് അവർ റെഡിയാവാനാണ് പറയുന്നതെങ്കിൽ പോലും ഇങ്ങനെ റെഡി ആവുന്നത് പോലും സൂര്യാസ്തമയത്തിന് മുന്നേ പോകലായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അനുവദനീയമല്ല. സൂര്യാസ്തമയത്തിന് ശേഷമേ പാടുള്ളൂ അറഫയിൽ നിന്ന് പുറപ്പെടാൻ. അറഫയെ സംബന്ധിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, അറഫ ദിവസത്തിൽ അവിടെ ഹാജിമാര് നോമ്പ് നോൽക്കല്. ഹാജിമാർക്ക് അറഫ ദിവസത്തിൽ നോമ്പ് നോൽക്കാതിരിക്കലാണ് സുന്നത്ത്. 2, അറഫ ഇതുപോലെ സൂര്യാസ്തമയത്തിന് മുന്നേ അറഫ വിട്ട് മുസ്ദലിഫയിലേക്ക് പോകല്. സുബ്ഹാനല്ലാഹ്. സൂര്യാസ്തമയം വരെ അറഫയിൽ നിൽക്കല് വാജിബാണ്. ഇമാം മാലിക് അതിനെ റുക്നായിട്ട് പോലും കണക്കാക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം സൂര്യാസ്തമയത്തിന് ശേഷം മാത്രമേ അറഫ വിടാൻ പാടുള്ളൂ. അടുത്തത്, അറഫയുടെ പരിധിക്കുള്ളിലല്ലാതെ നിൽക്കല്. ഇപ്പം ഞാൻ നേരത്തെ മസ്ജിദ് നമറയൊക്കെ കാണിച്ചപ്പം ഒരു ലൈൻ വരച്ച് കാണിച്ചു അല്ലേ. അപ്പം അതുപോലെ അറഫയ്ക്ക് ഒരു പരിധിയുണ്ട് 4 ഭാഗങ്ങളിലും. അപ്പം അതിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഉറപ്പാക്കുക. അല്ലെങ്കിൽ നമ്മൾ അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു റുക്കിനിൽ പെട്ടതാണ് അല്ലെ. അപ്പൊ റുക്കിന് തന്നെ ഇല്ലാണ്ടാകാനും അതുകൊണ്ട് ഹജ്ജ് തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് അറഫയുടെ പരിധിക്ക് ഉള്ളിലാണെന്ന് ഉറപ്പുവരുത്താം. പിന്നെ അടുത്തത്, അറഫ മല അതിന്റെ മേലെ കയറി അല്ലെങ്കിൽ അതിനോട് നേരെ അഭിമുഖീകരിച്ച് ദ്വാ ചെയ്യലും അതിനകത്ത് എന്തോ ശ്രേഷ്ഠത ഉണ്ടെന്നുള്ള വിശ്വാസങ്ങളും ഒക്കെ ചിലർക്കിടയിലുണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ആ ഒരു അറഫ കുന്നിന് അല്ലെങ്കിൽ അറഫ മലയ്ക്ക് അങ്ങനെ പ്രത്യേക സവിശേഷതകളൊന്നുമില്ല. അവിടെ ചെന്നാലും നമ്മൾ ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞിട്ടാണ് ദ്വാ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് അല്ലെ നമ്മൾ കാര്യങ്ങൾ തേടുന്നതും ഇസ്തിഗ്ഫാർ ചെയ്യുന്നതും ഒക്കെ ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നിട്ടാണ്, അല്ലാതെ അറഫ മലയുടെ നേരെ എല്ലാം. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഒരു തരത്തിലും സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. ഉറക്കം, ഭക്ഷണം, അനാവശ്യമായ സംസാരങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവ്, ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. കാരണം നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മളൊരു പക്ഷേ 50, 60, 70 വർഷങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറഫ ദിനമായിരിക്കും അല്ലെ. എല്ലാവർക്കും നമുക്കറിയാം, ഹജ്ജ് ആദ്യത്തെ ഹജ്ജാണ് നമ്മുടെ മേലുള്ള നിർബന്ധമായിട്ടുള്ള ഹജ്ജ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഒരേ ഒരു ഹജ്ജ് അല്ലെ, ഒരേ ഒരു ഹജ്ജേ ഉള്ളൂ നിർബന്ധ ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്തുള്ള അറഫ ദിവസം എന്ന് പറയുന്നത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിൽ നമ്മുടെ ജീവിതത്തിന്റെ ആയുസിന് അത്രയും എടുത്തു നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് ഡേ ആണ്. അപ്പൊ ആ ദിവസം എന്ത് ചെയ്തിട്ടും സമയം കളയല് ഉചിതമല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ദുആയും ദിക്റും അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ഓർമ്മയും അല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും സമയം കളയല് അഭികാമ്യമല്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് അവിടെ ചെല്ലുമ്പം വളരെ പ്രയാസമായിട്ട് തോന്നുന്നത് നമ്മളുടെ അല്ലാത്ത ദിവസങ്ങൾ അത്തരത്തിൽ നമ്മൾ ചെലവഴിക്കുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ബാനു ടീച്ചർ പറഞ്ഞതുപോലെ അല്ലെ, ഹജ്ജിന് പോകുന്നതിന് മുമ്പും ഹജ്ജിന് പോയതിനു ശേഷവും സുബ്ഹാനല്ലാഹ് നമ്മളെ ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കലാണ്. അപ്പം ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്ന അല്ലെങ്കിൽ റെഡിയാക്കുന്ന വിഭവമായ തഖ്വ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലെയും ഓരോ സ്റ്റെപ്പുകളും സുബ്ഹാനല്ലാഹ് ദുആയും ദിക്റും അല്ലെ, സമയം നഷ്ടപ്പെടുത്താതെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഓടലും ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം നമുക്കത് വലിയൊരു പ്രയാസമായിട്ട് തോന്നില്ല. എത്രത്തോളമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന് ആ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് അത്രത്തോളം എളുപ്പമായിരിക്കും നമുക്ക് യൗമുൽ അറഫ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹജ്ജിന് ഇതുവരെ പോവാത്തവര് ജീവിതം കൊണ്ട് അതിന് തയ്യാറാകുക.
പോയവര് അവരുടെ മുന്നോട്ടുള്ള ജീവിതം അന്ന് നേടിയെടുത്ത ആ ഒരു തഖ്വ ഉപയോഗിച്ച് അതുപോലെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അള്ളാഹു എല്ലാവർക്കും എളുപ്പാക്കി തരട്ടെ. ആമീൻ. തുടർന്ന് മുസ്ദലിഫ് അല്ലെ, നമ്മൾ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോവാണ്. മുസ്ദലിഫയിൽ എത്തുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് സെറ്റിൽ ആവുന്നതിന് മുമ്പ് മഗ്രിബും ഇഷായും ജമ്മു ഖസ്റുമായിട്ട് നിസ്കരിക്കുക. അതായത് ഇഷ 2 മാരിബും 3. ആദ്യം മാരിബ് 3 നിസ്കരിക്കുക, പിന്നെ ഇഷ 2 നിസ്കരിക്കുക. അങ്ങനെ ജമ്മു ഖസ്റുമായിട്ട് നിസ്കരിക്കുക. അതിനിടയിൽ വേറെ നിസ്കാരങ്ങളൊന്നുമില്ല. ഇഷാക്ക് ശേഷവും വേറെ നമസ്കാരങ്ങളൊന്നുമില്ല. എന്നാൽ വിത്ർ നഷ്ടപ്പെടുത്തരുത്. വിത്ർ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയെ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ലാത്ത നമസ്കാരമാണ്. പിന്നെ നമുക്ക് മുസ്ദലിഫിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കല്ലുകൾ, ജമറയിൽ എറിയാനുള്ള കല്ലുകൾ കളക്ട് ചെയ്യുക. അവിടെ നിന്ന് കളക്ട് ചെയ്യലാണ് കൂടുതൽ എളുപ്പം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് അവിടെ നിന്ന് മാത്രമേ കളക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നല്ല. അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ എളുപ്പം പ്രാക്ടിക്കൽ ആയതുകൊണ്ട് അത് ചെയ്യുക. എന്നിട്ട് ഫജറിന്റെ സമയം വരെ ഉറങ്ങുക. ഫജർ അതിന്റെ സമയത്തിന്റെ ആദ്യത്തിൽ നമസ്കരിക്കുക. ജംറയിൽ എറിയാനുള്ള കല്ലുകൾ കളക്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ കളക്ട് ചെയ്യാം എന്നാണ്, കളക്ട് ചെയ്യണം എന്നല്ല, കളക്ട് ചെയ്യാം. ഫജർ വരെ ഉറങ്ങുക. ഫജർ അതിന്റെ സമയത്തിന്റെ ആദ്യത്തിൽ നമസ്കരിക്കുക. ഇനി ഫജർ നമസ്കാരത്തിന് ശേഷമാണ് ശരിക്കും മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോവുക. പക്ഷേ വീക്ക് ആയിട്ടുള്ളവര്, ആരോഗ്യത്തിന് വളരെ ബുദ്ധിമുട്ടുള്ളവര്, സ്ത്രീകള്, കുട്ടികള്, അവരെ കൂടെയുള്ളവര് ഒക്കെ ഈ ആളുകൾക്ക് അർദ്ധരാത്രിക്ക് ശേഷം, അതായത് മുസ്ദലിഫയിൽ എത്തിയ അർദ്ധരാത്രിക്ക് ശേഷം മിനയിലേക്ക് പോവാൻ അനുവാദമുണ്ട്. ഈ കൂട്ടർക്ക് മാത്രം. പ്രായമായവര് ഒക്കെ, ആരോഗ്യപരമായിട്ട് വീക്കായിട്ടുള്ളവര്, സ്ത്രീകള്, കുട്ടികള്, അവരുടെ കൂടെയുള്ള ആളുകൾ, ഇത്രയും ആളുകൾക്ക് മുസ്ദലിഫയിലെത്തിയതിനു ശേഷമുള്ള അർദ്ധരാത്രിക്ക് ശേഷം ജസ്റ്റ് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം അർദ്ധരാത്രിക്ക് ശേഷം മിനയിലേക്ക് പോവാൻ അനുവാദമുണ്ട്. അല്ലാത്തവര് രാവിലെ ഫജ്ർ നമസ്കാരത്തിന് ശേഷം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഫജ്ർ നമസ്കാരത്തിന് ശേഷം ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് തക്ബീറും തഹ്ലീലും ദ്വാകളും, അതായത് ആകാശം ഒന്ന് വെളിച്ചം വെച്ച് വരുന്നത് വരെ ഫജ്ർ നമസ്കാരത്തിന് ശേഷം മുസ്ദലിഫയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. തക്ബീർ, തഹ്ലീല് ഒക്കെ, പിന്നെ ദ്വാകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നതിന്റെ തൊട്ട് മുന്നേ മിനയിലേക്ക് പുറപ്പെടുക. ഈ പറഞ്ഞ പോലെ വളരെ ശാന്തമായിട്ട് തൽബിയ ഒക്കെ മുഴക്കിക്കൊണ്ട്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ഒക്കെ തൽബിയ മുഴക്കിക്കൊണ്ട് ശാന്തമായിട്ട് മിനയിലേക്ക് നീങ്ങുക. ഈ പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ വാദി മുഹസ്സർ താഴ്വരയുടെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് ധൃതി കൂട്ടിയിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു പിക്ചറിനകത്ത് നമുക്കറിയാം മുസ്ദലിഫിൽ നിന്ന് മിനയിലേക്ക് പോകുന്ന വഴി. അവിടെ നമുക്ക് വാദി മുഹസ്സർ കിട്ടും. പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ പോണ വഴിക്കുള്ളതാണ് മഷ്അർ അൽ ഹറാം, മസ്ജിദ് അൽ മഷ്അർ അൽ ഹറാം. ഓക്കെ, അങ്ങനെ ഒരു പള്ളിയുണ്ട്. അപ്പം ആ ഒരു പള്ളി ജസ്റ്റ് കാണാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. അവിടെ നമുക്ക് നിസ്കാരവും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം നമ്മൾ ഫജ്റിന് ശേഷമാണ്, അല്ലെ, സൂര്യൻ ഉദിക്കുന്നതിന്റെ തൊട്ട് മുന്നെയാണ് നമ്മൾ മിനയിലേക്ക് പോണത്. അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടുന്ന 2 കാര്യങ്ങളാണ് മസ്ജിദ് അൽ മഷ്അർ അൽ ഹറാമും വാദി മുഹസ്സറും. വാദി മുഹസ്സറിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മുസ്ദലിഫയുടെ കാര്യം വരുമ്പോൾ മുസ്ദലിഫയിൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ എന്ന് പറയുന്നത്, ചിലരെങ്കിലും മഗ്രിബയും ഇഷായും അർദ്ധരാത്രിക്ക് ശേഷം വരെ നീട്ടിവെക്കും. ഓക്കെ, മഗ്രിബും ഇഷായും ഒന്നിച്ച് നമസ്കരിക്കണം. അപ്പം എപ്പോഴാണോ മുസ്ദലിഫയിൽ എത്തുന്നത് ആ ഒരു സമയത്ത് മഗ്രിബും ഇഷായും ഒന്നിച്ച്, അതായത് മുസ്ദലിഫയിൽ എത്തുന്നത് വരെ ലേറ്റാക്കലാണ് സുന്നത്ത്. അല്ലാതെ അർദ്ധരാത്രിക്ക് ശേഷം നമസ്കരിക്കലല്ല. അർദ്ധരാത്രിക്ക് ശേഷം ശരിക്കും ഇഷായുടെ സമയം കഴിയുന്ന, അല്ലെ, ഇഷായുടെ സമയം എന്ന് പറയുന്നത് രാത്രിയുടെ പകുതി, ഇല നിസ്ഫിൽ ലൈലാണ്, രാത്രിയുടെ പകുതി വരെയാണ് ഇഷായുടെ സമയം. അപ്പം അർദ്ധരാത്രിക്ക് ശേഷവും അതിനെ വൈകിപ്പിക്കല് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനി അഥവാ നമ്മൾ അർദ്ധരാത്രിയോട് അടുത്തിട്ട് അല്ലെങ്കിൽ അർദ്ധരാത്രി ആയിട്ട് മുസ്ദലിഫയിൽ എത്തിയിട്ടില്ല എന്ന് വെക്കാം തിരക്ക് കൊണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സമയം മിസ്സാക്കാതെ എവിടെയാണോ നമ്മളുള്ളത് മുസ്ദലിഫയിൽ എത്തുന്നതിന് മുമ്പ് മഗ്രിബും ഇശായും നമസ്കരിക്കുക. അല്ലാതെ മുസ്ദലിഫയിൽ എത്തിയതിനു ശേഷമേ നിസ്കരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അർദ്ധരാത്രിക്ക് ശേഷത്തേക്ക് ഈ മഗ്രിബും ഇശായും നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. ഇനി അടുത്തത്, ഈ പറഞ്ഞ പോലെ മുസ്ദലിഫയ്ക്കും ഒരു ബോർഡർ ഒക്കെ ഉണ്ട്.
ഓക്കെ. അപ്പം ഈ രാത്രി സമയം ചെലവഴിക്കുന്നത് മുസ്ദലിഫയുടെ ലിമിറ്റിനുള്ളിലായിരിക്കണം, അല്ലാതെ പുറത്തെവിടെ ആയിരിക്കരുത്. കാരണം ഇത് വാജിബുകളിൽ പെട്ടതാണ് രാത്രി മുസ്ദലിഫയിൽ ചെലവഴിക്കുക എന്നുള്ളത്. അപ്പം മുസ്ദലിഫയുടെ ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യണം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കല്ലുകൾ എവിടെ നിന്നും കളക്ട് ചെയ്യാം. മുസ്ദലിഫയിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ പോകുന്ന സമയത്ത് എളുപ്പമുള്ളത് കൊണ്ടാണ് കളക്ട് ചെയ്യാം എന്ന് പറഞ്ഞത്. പിന്നെ മുസ്ദലിഫയിൽ നിന്ന് ഫജർ ആവുന്നതിന് മുമ്പ് വിടൽ മീനയിലേക്ക്. രാവിലെ ആകുമ്പോൾ ഭയങ്കര തള്ളാവും, തിരക്കാവും. അപ്പൊ ഇപ്പോഴേ പോവാന്ന് വിചാരിക്കല്. ഈ ഒരു അനുവാദം കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വീക്കായിട്ടുള്ള, ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ പ്രായം കൊണ്ട് വീക്കായിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു അനുവാദം ഉള്ളൂ. ഫജറിന് മുമ്പ് മുസ്ദലിഫ വിട്ട് മീനയിലേക്ക് പോവാന്നുള്ളത്. അല്ലാത്തവർക്ക് ഫജർ നമസ്കരിച്ചിട്ട് സൂര്യോദയത്തിന് മുന്നേ ആണ് മീനയിലേക്ക് പോക്ക്. ഇനി മുസ്ദലിഫയിൽ നിൽക്കുക എവിടം വരെ? സൂര്യൻ ഉദിച്ചതിന് ശേഷം മുസ്ദലിഫയിൽ തന്നെ നിൽക്കുക എന്നുള്ളതും മറ്റൊരു തെറ്റായ കാര്യമാണ്. കാരണം സൂര്യോദയത്തിന് തൊട്ട് മുന്നേ മുസ്ദലിഫയിൽ നിന്ന് വിടലാണ് സുന്നത്ത്. സൂര്യോദയത്തിന് ശേഷം മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകല് ജാഹിലിയ കാലത്തെ ഒരു പ്രാക്ടീസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് അനുവദനീയമല്ല. ഇനി ഹജ്ജിനെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട സമയങ്ങൾ നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ചുരുക്കി പറയാം. അറഫ ദിവസത്തില് സൂര്യാസ്തമയത്തിന് മുന്നേ അറഫ വിടാൻ പാടില്ല. സൂര്യാസ്തമയത്തിന് മുന്നേ അറഫ വിടാൻ പാടില്ല. 2, അറഫയുടെ ദിവസത്തില് മഗ്രിബും ഇശായും മുസ്ദലിഫയിൽ എത്തുന്നത് വരെ നമുക്ക് നീട്ടി വെക്കാം. പക്ഷേ മുസ്ദലിഫയിൽ എത്തുന്നത് അർദ്ധരാത്രിക്ക് ശേഷമാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് മഗ്രിബ് ഇശാ നമസ്കരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഇനി മുസ്ദലിഫയിൽ എത്തിയതിന് ശേഷവും നീട്ടുന്നവര് അതും അർദ്ധരാത്രിക്ക് ശേഷം നീട്ടാനും പാടില്ല. മുസ്ദലിഫയിൽ എത്തിയ ഉടനെ മഗ്രിബും ഇശാ, അതായത് അവിടെ സെറ്റിൽ ആവുന്നതിന് മുമ്പ് തന്നെ മഗ്രിബും ഇശായും നമസ്കരിക്കാം. ഏത് കേസിലാണെങ്കിലും മഗ്രിബും ഇശായും അർദ്ധരാത്രിക്ക് ശേഷം നീട്ടാൻ പാടില്ല. ഇനി മുസ്ദലിഫ വിടുമ്പം ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മുസ്ദലിഫ വിടേണ്ട സമയം എന്ന് പറയുന്നത് ഫജ്ർ നമസ്കരിച്ചതിന് ശേഷം സൂര്യോദയത്തിന് തൊട്ട് മുന്നെയാണ്. സൂര്യോദയത്തിന് ശേഷം മുസ്ദലിഫയിൽ നിന്ന് മീനയിലേക്ക് പോക്ക് ജാഹിലിയ കാലത്തെ പ്രാക്ടീസ് ആണ്. അതുകൊണ്ട് അത് അനുവദനീയമല്ല, അല്ലെങ്കിൽ അത് സുന്നത്തല്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ ഫജറിന് ശേഷം സൂര്യോദയത്തിന് മുമ്പുള്ള സമയം വരെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദിക്റുകളിലും ദുആകളിലും തക്ബീർ തഹ്ലീലൊക്കെ ആയിട്ട് അതിനകത്ത് ഉറങ്ങല്ല ചെയ്യേണ്ടത്. പിന്നെ മുസ്ദലിഫയിൽ നിന്ന് നേരത്തെ പോകാൻ, അതായത് ഫജറിന് മുമ്പേ പോകാൻ അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം പോകാൻ അനുവദിച്ചിട്ടുള്ള കൂട്ടരെന്ന് പറയുന്നത് സ്ത്രീകൾ, കുട്ടികൾ, ആരോഗ്യപരമായിട്ട് വീക്കായിട്ടുള്ള പ്രായമുള്ളവര്, അവരെ കൂടെ പോകുന്നവര്, ഇത്രയും ആളുകൾക്കാണ് അങ്ങനെ നേരത്തെ പോകാൻ അനുവാദമുള്ളത്. ഇനി തിരിച്ച് മിനായിലേക്ക്, മുസ്ദലിഫയിൽ നിന്ന് തിരിച്ച് മിനായിലേക്ക്. ദുൽഹജ്ജ് 10 മുസ്ദലിഫയിൽ പാർത്തു. രാവിലെ ഫജ്ർ നമസ്കരിച്ചു സൂര്യോദയത്തിന് മുമ്പ് മിനായിലേക്ക് പോവാണ്. യൗമുൽ ഹജ്ജുൽ അക്ബർ. ഈ ദിവസം ആക്ച്വലി ഭയങ്കര ഏറ്റവും തിരക്കുള്ള ദിവസം എന്ന് വേണം പറയാൻ. ഓക്കെ, കുറെ അധികം കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ്. ഒന്ന്, ജംറത്തുൽ അഖബയില് കല്ലെറിയല്. അഖബയിലുള്ള ജംറയിൽ കല്ലെറിയൽ ഈ ദിവസം ചെയ്യേണ്ടതാണ്. ഹദീ ചെയ്യണം അല്ലെ? ഹദീന്റെ കാര്യം നമുക്കറിയാം. തമത്തോ അല്ലെങ്കിൽ ഖിറാനായിട്ട് ഹജ്ജ് ചെയ്തവർ ഹദീ ചെയ്യൽ ഈ ദിവസമാണ്. പുരുഷന്മാർക്കാണെങ്കിൽ മുടി ഷേവ് ചെയ്ത് ഹൽക്ക് ചെയ്യൽ, സ്ത്രീകൾക്ക് ഖസ്ർ ചെയ്യൽ. പിന്നെ ത്വവാഫ് ഇഫാദയും സഅയും നിർവഹിക്കാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് പോയിട്ട് മിനായിലേക്ക് മടങ്ങില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ദുൽഹജ്ജ് 10 വരുന്നത്. അതായത് യൗമുൽ ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്ന ദിവസം. ഈ ഒരു ദിവസം മാത്രമേ ജംറയിൽ, അതായത് ജംറത്തുൽ അഖബയിൽ കല്ലെറിയൽ പാടുള്ളൂ. ഈ ദിവസം മാത്രം. ഏത്? ദുൽഹജ്ജ് 10. ബാക്കിയുള്ള ജംറാത്തുകളിലുള്ള കല്ലെറിയൽ തുടർന്നുള്ള 3 ദിവസങ്ങളിൽ പറ്റും. അപ്പം കല്ലുകളുടെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ, നമ്മളൊരു ചെറിയ ഈ മണിക്കടലൊക്കെ ഉണ്ടാവില്ല, അതിനേക്കാളും ഒരിത്തിരി വലിയ കല്ലുകൾ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാം. മുസ്ദലിഫയിൽ നിന്ന് പറ്റുമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. എന്നിട്ട് ഓരോ കല്ല് എറിയുമ്പോഴും തക്ബീർ ചൊല്ലുക. ഇത് ജംറത്തുൽ അഖബയിൽ ദുൽഹജ്ജ് 10 കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. മറ്റ് ജംറകളിലുള്ള കല്ലെറിന്റെ കാര്യമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറയാം. പിന്നെ തെൽബിയ, ഈ കല്ലെറിഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ തെൽബിയ നിർത്തുക.
ഓക്കെ, കാരണം അത്രയും സമയം നമ്മൾ തൽബിയ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ നമ്മൾ ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് എന്ന് പറഞ്ഞിട്ട് തൽബിയ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് നമ്മൾ കല്ലെറിയുന്നതിന് മുമ്പ്, ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നതിന് മുമ്പ് തൽബിയ നമ്മൾ നിർത്തും. അപ്പം ഇത്രയും വെച്ച് ഇന്ന് നിർത്താണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഹജ്ജിന്റെ ബാക്കി കർമ്മങ്ങളും, അതായത് മിനയിൽ പിന്നെ മക്കയിൽ വെച്ചിട്ടുള്ള ത്വാഫ്, സഅയ്, പിന്നെ മിനയിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. അതിനുശേഷം ഒരു സെഷനും കൂടെ ഉണ്ടാവും മദീന. ഓക്കെ, മദീന സന്ദർശിക്കൽ, അതും കൂടെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ 2 സെഷൻ അടുത്ത ആഴ്ച എടുത്ത് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, 2 ക്ലാസ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു 3 ക്ലാസ് ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നമുക്ക് ഈ ഹജ്ജ് സീരീസിന്റെ മാത്രം ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ ഗ്രൂപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ നടത്തുന്നത് പോലെ പിറ്റേത്തെ, അതായത് അടുത്ത ആഴ്ച ക്ലാസ് കഴിയുമ്പോൾ അതിന് ശേഷമുള്ള സൺഡേ നൈറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ് ചെയ്യും ഗ്രൂപ്പുകളിൽ. ഇനി ഈ സെഷൻ യൂട്യൂബിൽ കേൾക്കുന്ന പുറത്തുനിന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷന്റെ താഴെ എക്സാമിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യും. ഏത് സമയമാണെങ്കിലും ഈ സെഷനുകൾ കേട്ട് ആ എക്സാം എടുക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ഹജ്ജ് കർമ്മങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിനെ അതിനുവേണ്ടി ക്രമീകരിച്ചുകൊണ്ട് അത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. ചെയ്ത് കഴിഞ്ഞവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കട്ടെ. അതിനുവേണ്ടി ദുആ ചെയ്യുക, പ്ലസ് ആ രീതിയിൽ ജീവിതം ക്രമീകരിക്കുക. സുബ്ഹാനല്ലാഹ്, മുന്നോട്ടുള്ള ജീവിതം എല്ലാം ആ ഹജ്ജിന് നമ്മൾ കളക്ട് ചെയ്ത ആ ഒരു വിഭവമായ തഖ്വയോടുകൂടി ജീവിക്കാനുള്ളത് രീതിയിൽ ജീവിതം ആ രീതിയിൽ ക്രമീകരിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഓരോ ദിവസം ക്ലാസ്സുകൾ കഴിയുമ്പോഴും അല്ലെ, ഓരോ ഗ്രൂപ്പിൽ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവർ ചെയ്ത തെറ്റുകളും അറിയുകയും നമുക്ക് ശരികൾ പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അവരെ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ അവരുടെ ടീമിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്വം, എത്തിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയുക ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുമ്പോൾ നമ്മളെ മേലുള്ള ഉത്തരവാദിത്വം അവരങ്ങനെ ചെയ്തു ഇവരങ്ങനെ ചെയ്തു എന്നുള്ളത് പറയലല്ല, നമ്മളെ കൊണ്ട് കഴിയുന്നവരെ പരമാവധി ആളുകളിലേക്ക് ശരിയായിട്ടുള്ള കാര്യം എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഹജ്ജ് എന്നൊക്കെ പറയുന്നതിലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ ഒരു പ്രാവശ്യം അതുപോലും കിട്ടാത്തവരുണ്ട്. ഒരു പ്രാവശ്യം മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് അത്. ഒരുപാട് തെറ്റുകൾ പഠിച്ചുകൊണ്ട് പോയി ചെയ്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അല്ലെ, ഒരു പക്ഷെ നമുക്കൊക്കെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഇതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ദിവസങ്ങളും മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് നമ്മൾ തെറ്റുകൾ തന്നെ വീണുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്ത് അല്ലെ, ജനിച്ചു വീണ ഒരു കുട്ടിയെ പോലെ അല്ലെങ്കിൽ സ്വർഗം ഉറപ്പാക്കി തരുന്ന അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കർമ്മമാണത്. അപ്പം അത് നഷ്ടത്തിലായി പോവാതിരിക്കാൻ, നമുക്ക് എങ്ങനെ നഷ്ടത്തിലായി പോവാതിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ആഗ്രഹിക്കുക. ആർക്കും അത് നഷ്ടത്തിലായി പോകരുത്. അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഇത് ക്ലാസ് തന്നെ എത്തിച്ചുകൊണ്ട് കൊടുക്കണം എന്ന് ഞാൻ പറയില്ല. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് സാവധാനം എല്ലാ കാര്യങ്ങളും അങ്ങനെ അതിലേക്ക് എത്തണം. അതിനു വേണ്ടി കൂടെ എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്തൊന്നും സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹുവിന് തൃപ്തിയുള്ള അമലുകളായിട്ട് സ്വീകരിക്കട്ടെ. നമ്മുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന അമലുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.